ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഒരു ശരാശരി പ്രായം എന്ന് പറയുന്നത് 73 വയസ്സ് വരെയാണ്. അതിൽ കൂടുതൽ ജീവിക്കുന്ന മനുഷ്യരുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ ജപ്പാനിൻ്റെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളുടെ ഒരു ശൃംഖലയുണ്ട്, ഒക്കിനവ. അവിടുത്തെ ജനങ്ങളുടെ ശരാശരി ജീവിത കാലയളവ് എന്ന് പറയുന്നത് 100 വർഷത്തോളമാണ്. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ ആ ദ്വീപ് അറിയപ്പെട്ടിരുന്നത് ലാൻഡ് ഓഫ് ഇമ്മോർട്ടൽസ് എന്നാണ്. ഇത്ര പ്രായമായ അവസ്ഥയിലും അവർ പൂർണ്ണ ആരോഗ്യവാന്മാരാണ്. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ ധാരാളം ശാസ്ത്രജ്ഞന്മാർ അവരുടെ ജീവിത രീതിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ ശ്രമത്തിൽ അവർ എന്തൊക്കെ കണ്ടുപിടിച്ചു എന്ന് നമുക്ക് നോക്കാം. ലോകത്തിൻ്റെ ബ്ലൂ സോണുകളിൽ പെട്ട ഒരു ഐലൻഡാണ് ഒക്കിനവ. ഏറ്റവും കൂടുതൽ മനുഷ്യർ ദീർഘകാലം ജീവിച്ചിരിക്കുന്ന ഒരു ദ്വീപ് ശൃംഖലയാണിത്. ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് അവരെ 100 വർഷം ജീവിക്കുന്നവർ മാത്രമായിട്ടല്ല, മറിച്ച് ആ പ്രായത്തിലും പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കുന്നവരായിട്ടാണ്. അവിടെ ഹാർട്ട് ഡിസീസ്, ക്യാൻസർ, ഡിമെൻഷ്യ പോലെയുള്ള രോഗങ്ങളുടെ അളവ് വളരെ കുറവായിരുന്നു. ഈ ആരോഗ്യമുള്ള ദീർഘായുസ്സുള്ള ജീവിതം അവർക്ക് ലഭിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാമതാണ് അവരുടെ ഭക്ഷണ രീതി. ഒക്കിനവയിലെ ആളുകളുടെ പ്രധാന ഭക്ഷണം സസ്യങ്ങളാണ്. അതോടൊപ്പം പല വൈവിധ്യമാർന്ന പച്ചക്കറികളും അവർ ഭക്ഷണത്തിനായി ഉപയോഗിക്കാറുണ്ട്. അവർ ഏറ്റവും പ്രധാനമായി കഴിക്കുന്ന ഒരു വസ്തുവാണ് മധുരക്കിഴങ്ങുകൾ. അതാണ് അവർക്ക് കൂടുതൽ എനർജി നൽകുന്നത്. അതോടൊപ്പം മറ്റ് ന്യൂട്രിയൻസ് അടങ്ങിയ കുറഞ്ഞ രീതിയിൽ സംസ്കരിച്ച ഭക്ഷണങ്ങളും അവർ കഴിക്കാറുണ്ട്. ഇങ്ങനെ ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അവരുടെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അതോടൊപ്പം ഭക്ഷണ കാര്യത്തിൽ അവർ പിന്തുടരുന്ന ഒരു തത്വമാണ് ഈറ്റ് അണ്ടിൽ യു ആർ 80% ഫുൾ. അതായത് നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതിൻ്റെ 80% മാത്രം കഴിക്കുക. ഈ ഭക്ഷണ രീതി മൂലം അമിതമായി ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും ആരോഗ്യകരമായ ഭാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. അതോടൊപ്പം ദീർഘകാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും ഈ ഭക്ഷണരീതി സഹായകമാകും. അവരുടെ ഭക്ഷണരീതി വെസ്റ്റേൺ ഡയറ്റ് പോലെയല്ല, മറിച്ച് അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കലോറി വളരെ കുറവായിരിക്കും. പക്ഷേ പച്ചക്കറികളിൽ നിന്നും മറ്റുമുള്ള കാർബോഹൈഡ്രേറ്റ് വളരെ കൂടുതലുമാണ്. ഈ ഭക്ഷണരീതിയും പോഷക നിയന്ത്രണവുമെല്ലാം കോശങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുമെല്ലാം കാരണമാകുന്നു. ഈ കാരണങ്ങളെല്ലാം ദൈർഘ്യമേറിയ ജീവിതം നിലനിർത്തുന്നതിനും ക്യാൻസർ, ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ് പോലെയുള്ള ദൈർഘ്യകാല രോഗങ്ങൾ കുറയ്ക്കുന്നതിനും സഹായകമാവുന്നവയാണ്. ഒക്കിനവയിലെ ജനങ്ങൾ ആരോഗ്യം നിലനിർത്തുവാൻ വേണ്ടി ഒരുപാട് ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. അവയെല്ലാം തികച്ചും പ്രകൃതിദത്തവും ദൈനംദിന ജീവിതത്തിൽ അനായാസം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളുമായിരുന്നു. കൃഷി, നടത്തം, അവരുടെ പരമ്പരാഗത ആയോധനകല പരിശീലിക്കുക, ഇതൊക്കെയാണ് അവർ ചെയ്തിരുന്നത്. സ്ഥിരമായി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നത് മൂലം വളരെ പ്രായമായാൽ പോലും അവരുടെ കാർഡിയോവാസ്കുലർ ഹെൽത്ത് നിലനിർത്തുന്നതിനും ഫ്ലെക്സിബിലിറ്റി, മസ്കുലർ സ്ട്രെങ്ത് നിലനിർത്തുന്നതിനും ഒക്കെ അവരെ വളരെയധികം സഹായിക്കുന്നു. ഒക്കിനവയിലെ ജനങ്ങളുടെ ദീർഘായുസിൻ്റെ മറ്റൊരു കാരണം അവരുടെ സാമൂഹിക ബന്ധങ്ങൾ കൂടിയാണ്. അവരുടെ പരമ്പരാഗതമായ ഒരു സോഷ്യൽ സപ്പോർട്ട് ഗ്രൂപ്പുണ്ട്. അതിൻ്റെ പേരാണ് മോയ്. ഈ സോഷ്യൽ ഗ്രൂപ്പ് അവിടുത്തെ ജനങ്ങളുടെ വൈകാരിക, സാമ്പത്തിക, ജീവിത പ്രശ്നങ്ങളിലെല്ലാം സഹായങ്ങൾ ചെയ്യുന്ന ഒന്നാണ്. ഇങ്ങനെ അവശ്യ സമയങ്ങളിൽ സഹായിക്കാൻ ഇങ്ങനെയുള്ള സോഷ്യൽ ഗ്രൂപ്പുകൾ ഉള്ളതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു സംരക്ഷണം അനുഭവപ്പെടും. അതിനാൽ അവർക്ക് ഒറ്റപ്പെടലോ സ്ട്രെസ്സോ അനുഭവപ്പെടാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അത് അവരുടെ ആരോഗ്യത്തിലും ആയുസ്സിലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകും. ഇത് മാത്രമല്ല, ഇങ്ങനെ സാമൂഹികമായ ഇടപെടലുകൾ മുതിർന്ന ആളുകൾക്ക് കൂടുതൽ ആക്റ്റീവ് ആകാനും മറ്റുള്ളവരുമായി കൂടുതൽ കണക്റ്റായി നിൽക്കാനും സഹായിക്കുന്നു. നിരന്തരമായി ഇങ്ങനെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് മൂലം മുതിർന്ന വ്യക്തികൾക്ക് മറ്റുള്ളവരുമായി ഒരു ബന്ധം നിലനിർത്താനും അതിലൂടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം സൃഷ്ടിക്കാനും സാധിക്കുന്നു. അത് അവരുടെ മനസ്സിനും ശരീരത്തിനും ഒരു എനർജി നൽകുകയും ദീർഘായുസ്സിന് കാരണമാവുകയും ചെയ്യുന്നു. ഒക്കിനവയിലെ ജനങ്ങളുടെ ദീർഘായുസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇക്കിഗായി. എന്നുവെച്ചാൽ എ റീസൺ ഫോർ ബീയിങ്, അഥവാ ജീവിതത്തിന് ഒരു കാരണം. ജീവിതത്തിൽ ഇങ്ങനെയൊരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് അവർ ദൈനംദിന കാര്യങ്ങളിൽ കൂടുതൽ ഇടപഴകുന്നത്.
പഠനങ്ങൾ പറയുന്നത് ഇങ്ങനെ ശക്തമായ ഒരു ഉദ്ദേശം ജീവിതത്തിനുണ്ടെങ്കിൽ അത് മരണനിരക്ക് കുറയ്ക്കുമെന്നും മനുഷ്യരുടെ മാനസികാരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുമെന്നാണ്. അവിടുത്തെ ജനങ്ങൾക്ക് മറ്റൊരു സവിശേഷതയുണ്ട്. അവർ ജീവിതത്തെക്കുറിച്ച് ഒരു സമതുലിതമായ കാഴ്ചപ്പാടുള്ളവരാണ്. ഈ ആധുനിക കാലത്തും ആ കാഴ്ചപ്പാട് കൂട്ടിച്ചേർത്താണ് അവർ ജീവിക്കുന്നത്. അതായത് അവർ ആരോഗ്യത്തിന് ഹാനികരമായ കാര്യങ്ങൾ ചെയ്യാറില്ല. പുകവലി വളരെ ചെറിയ അളവിൽ മാത്രമേ അവിടെ നിലനിന്നിരുന്നുള്ളൂ. മദ്യപാനവും അവർ എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ നടത്തിയിരുന്നുള്ളൂ. ഈ കാരണങ്ങളും അവരുടെ ദീർഘായുസിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ്. റിസർച്ചേഴ്സ് കണ്ടെത്തിയത് ആ ജനങ്ങളുടെ ദീർഘായുസ് അവർക്ക് ജനിതകമായി കിട്ടിയ ഒരു പ്രത്യേകത അല്ലെന്നാണ്, മറിച്ച് അവരുടെ ദൈനംദിന ജീവിതത്തിലൂടെ അവർ നേടിയെടുത്ത ഒന്നാണ്. അതിനാൽ ഇത് അവർക്ക് മാത്രമല്ല, മറിച്ച് ഭൂമിയിലുള്ള സകല ജനങ്ങൾക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്.